എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഖേജരി മുദ്രയെ പറ്റിയാണ് പറയുന്നത്. ഖേജരി മുദ്ര വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു യോഗയാണ്. അതുകൊണ്ട് അമൃത് കുടിക്കാനാവും. അതാണ് അതിലെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം. മുമ്പ് പറഞ്ഞു മഹാമുദ്ര, മഹാവേദം എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞു. അതിനുശേഷമാണ് ഖേജരി മുദ്രയെ പറ്റി പറയുന്നത്. ഇത് രണ്ടും ചെയ്ത് ഖേജരി മുദ്ര തുടർന്ന് ചെയ്യണം എന്നാണ് അതിന്റെ സൂചന. ബുദ്ധിമാനായ യോഗി ഒരു വിധത്തിലുമുള്ള ഉപദ്രവം നേരിടാത്ത സ്ഥലത്ത് വജ്രാസനത്തിൽ ഇരുന്ന് പുരികങ്ങളുടെ നടുവിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കണം. പുരികങ്ങളുടെ നാവ് പുറകോട്ട് വളച്ച് ഗർത്തത്തിലെ അമൃതകൂപത്തിൽ വെച്ച് ശ്വാസം അടയ്ക്കണം. ഇതിനെയാണ് ഭക്തന്മാരുടെ അഭിലാഷങ്ങളെ നിറവേറ്റാൻ പോകുന്ന ഖേജരി മുദ്ര എന്ന് പറയുന്നത്. ധ്യാനത്തിന് സൗകര്യമുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വജ്രാസനത്തിൽ കണ്ണുകൾ രണ്ട് പുരികങ്ങളുടെ നടുവിൽ ഭൂമധ്യം ഉറപ്പിക്കണം. എന്നിട്ട് നാവ് ചുരുട്ടി വാക്കുള്ളിൽ മൂക്കിൽ നിന്നും വരുന്ന ഓട്ടയിൽ കൂടി കയറ്റണം. അണ്ണാക്കിന് മുകളിലുള്ള ലലനാ ചക്രത്തിൽ നിന്നും വരുന്ന അമൃതനെ രുചിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ പേർ ഖേജരി മുദ്ര എന്നാണ്. നാവ് നെറ്റി വരെ എത്തിക്കാനായി നിരന്തരമായ അഭ്യാസം മുമ്പ് നടത്തിയിട്ടിരിക്കണം. നാവ് വളരെ നീട്ടാനുള്ള പല പരിശീലനങ്ങളുണ്ട്. ആ പരിശീലനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇത് എങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കേൾക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള അവസ്ഥകളിലുള്ളവരാണെന്ന് അറിയാത്തതുകൊണ്ട് ആ ഒരു രഹസ്യം ഒരു മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. ധ്യാനത്തിന് സൗകര്യമുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വജ്രാസനത്തിലിരുന്ന് കണ്ണുകൾ രണ്ട് പുരികങ്ങളുടെ നടുവിൽ ഉറപ്പിക്കണം. എന്നിട്ട് നാവ് ചുരുട്ടി വായ്ക്കുള്ളിൽ മൂക്കിൽ നിന്നും വരുന്ന ഓട്ടയിൽ കൂടി കയറ്റണം. അണ്ണാക്കിന് മുകളിലുള്ള ലനന ചക്രത്തിൽ നിന്നും വരുന്ന അമൃതനെ രുചിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ പേർ ഖേജരി മുദ്ര എന്നാവും. നാവ് നെറ്റി വരെ എത്തിക്കാനായി നിരന്തര അഭ്യാസം മുമ്പ് നടത്തിയിരിക്കും. എനിക്ക് ഭഗവാൻ പ്രാണനേക്കാൾ പ്രിയങ്കരിയും സിദ്ധികളുടെ മാതാവുമാണ് ഈ ഖേജരി മുദ്ര. ഇതിന്റെ ഇടതടവില്ലാതെയുള്ള അഭ്യാസം കൊണ്ട് എല്ലാ ദിവസവും അമൃതം നുകരാം. അതുകൊണ്ട് ശരീരം രോഗങ്ങളില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന വിഗ്രഹസിദ്ധി, ഭൂതജയം കൈവരും. മരണമാകുന്ന ആനയെ നിഗ്രഹിക്കുന്ന സിംഹവുമാണിത്. ഈ യോഗം എല്ലാ സിദ്ധികളുടെയും അമ്മയാണ്. നിരന്തരം അഭ്യസിച്ച് അമൃത് കുടിക്കണം. ഇതുമൂലം വിഗ്രഹസിദ്ധി, വലുതാവാനുള്ള കഴിവും ശക്തിയും കൈവരും. സിംഹം ആനയെ ജയിക്കുന്ന പോലെ യോഗി മരണത്തെ ജയിക്കുന്നു. പവിത്രമോ അവിത്രമോ ആയ ഏതവസ്ഥ പ്രാപിച്ചനായാലും ഖേജരി സിദ്ധി ഉണ്ടെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും ശുദ്ധനായിരിക്കുന്നതിന് സംശയമില്ല. അരക്ഷണം വീതം ഖേജരി മുദ്ര അഭ്യസിക്കുന്നയാൾ പാപങ്ങളാകുന്ന മഹാസമുദ്രത്തിന്റെ മറുകരയെത്തുന്നു. അയാൾ ദിവ്യഭോഗങ്ങൾ നല്ലപോലെ അനുഭവിച്ച് നല്ല വംശത്തിൽ പുനർജനിക്കും. ഈ ഖേജരി മുദ്ര ഉറച്ച മനസ്സോടെ ആലസ്യം കൂടാതെ അഭ്യസിക്കുന്നയാൾക്ക് 100 ബ്രഹ്മയുഗം കഴിഞ്ഞാലും അരക്ഷണം കഴിഞ്ഞ പോലെ മാത്രമേ തോന്നുകയുള്ളൂ. യോഗി പവിത്രനോ അവിത്രനോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എത്ര ദോഷപ്രദമായ സാഹചര്യത്തിലായിരുന്നാലും ഖേജരി വിദ്യ കൊണ്ട് അമൃതപാനം ചെയ്താൽ ദേഹം ശുദ്ധനായി. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. ഒരു നിമിഷം എങ്കിലും അത് പരിശീലിക്കുന്നവൻ പാപങ്ങളുടെ ഒരു കടൽ തന്നെ കടക്കും. ദിവ്യമായ ഭോഗങ്ങളെല്ലാം അനുഭവിക്കും. സത്കുലത്തിൽ ജനിക്കാൻ ഇടവരും. നന്നായി ഖേജരി മുദ്ര അഭ്യസിച്ച് അമൃത് കുടിച്ചുകൊണ്ടിരുന്നാൽ ബ്രഹ്മാവിന്റെ 100 വർഷം പോലും ഒരു ക്ഷണാർത്ഥമായി ജീവിച്ചു തീരും. വെച്ചാൽ വളരെ ദീർഘായുസായിരിക്കും. ഗുരുപദേശപ്രകാരം ഈ ഖേജരി മുദ്ര പഠിച്ചുറപ്പിക്കുന്നയാൾ അനേകം പാപങ്ങൾ ചെയ്യുന്നവനായപ്പോഴും ബുദ്ധിമാനായി പരമഗതിയെ പ്രാപിക്കും. ഈ ഖേജരി മുദ്ര ഗുരുപദേശപ്രകാരം സിദ്ധിച്ച പ്രാണനുമോ തുല്യമായതിനാൽ അർഹതയില്ലാത്തവർക്ക് ഉപദേശിക്കുന്നത്. ദേവപൂജിതയായ പാർവതി ഈ വിദ്യ അതീവ ശ്രദ്ധയോടെ രഹസ്യമായി വെക്കണം. എന്തെല്ലാം പാവപ്രവൃത്തി മുഴുകിയിരുന്നാലും ഗുരുപദേശം കൊണ്ട് ഖേജരി മുദ്ര ചെയ്ത് അമൃതപാനം ചെയ്യുന്നവർക്ക് അവന് പരമമായ ഗതി ലഭിക്കും. പ്രാണനെ നൽകുന്നു. ഈ ഖേജരി മുദ്ര വളരെ ശ്രമിച്ച് രഹസ്യമായി കാത്തു സൂക്ഷിക്കണം. പരിചയക്കാർക്ക് കൊടുക്കരുത്. ഈ മുദ്രയെ മഹാന്മാർ പോലും പൂജിക്കുന്നു. നാവ് ഉള്ളിലേക്ക് മടക്കി കപാല കുഹരത്തിൽ പ്രവേശിപ്പിക്കുകയും 2 പുരികങ്ങൾക്ക് മധ്യ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്താൽ ഖേജരി മുദ്രയും. ഖേജരി മുദ്രയുടെ തുടക്കത്തിലുള്ള അവസ്ഥയെ നഭമുദ്ര എന്ന് പറയും. രാജയോഗത്തിലും കടയോഗത്തിലും വേറെ വേറെ രീതികളുണ്ട്. രാജയോഗത്തിൽ ഇതാണ് കൂടുതൽ എളുപ്പം. നാവ് പിന്നിലേക്ക് ചുരുട്ടി മൂക്കിൽ നിന്നും വരുന്ന ദ്വാരത്തിൽ മുകൾ ഭാഗത്ത് അടയ്ക്കുക.
കുറച്ചു കാലത്തെ പരിചയം കൊണ്ട് ഇത് ചെയ്യാനാവും. പിന്നീട് മേൽദ്വാരത്തിലേക്ക് നാവിന്റെ തല കടത്തി ലഗ്നാചക്രത്തെയും ആജ്ഞാചക്രത്തെയും തലച്ചോറ്, സുഷുമ്ന, ബിന്ദുവിസർഗ ചക്രം, സഹസ്രാര ചക്രം എന്നിവയെല്ലാം പ്രലോഭിച്ച് അവയെ ഊർജ്ജവൽക്കരിക്കുന്നു. ഇതുമൂലം സ്ഥിരമായ മാനസികാവസ്ഥ, മനസ്സിന്റെ കേന്ദ്രീകൃത അവസ്ഥ, ഓർമ്മശക്തി വർദ്ധിക്കുക, ഉൾക്കാഴ്ചകളിൽ പ്രാവീണ്യം, ഭൂതഭാവി വർത്തമാന കാലങ്ങളെ പറ്റിയുള്ള അധികമായ ബോധം എന്നിവയെല്ലാം ഉണ്ടാകും. ലലനാ ചക്രമാണ് ബിന്ദു വിസർഗ ചക്രത്തിൽ നിന്ന് വരുന്ന അമൃത എന്ന സ്രാവത്തെ സംഭരിക്കുന്ന സ്ഥലം. ഇതിനടുത്താണ് ആജ്ഞാചക്രം. അതിനാൽ ഗേജരി മുദ്ര കൊണ്ട് തലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 ചക്രങ്ങളെയും ഉദ്ദീപിപ്പിക്കാൻ കഴിയും. കുണ്ടലിനിയുടെ സഹസ്ര ചക്രത്തിലേക്കുള്ള യാത്രയ്ക്ക് സുഷുമ്നയുടെ ഉണർവും സഹായിക്കുന്നുണ്ട്. ജീവശക്തി പായിക്കുമ്പോൾ സഹസ്രാരം, ബിന്ദു വിസർഗം, ലലനാ ചക്രം, ആജ്ഞ എന്നിവ ഒഴിഞ്ഞ് വിശുദ്ധിയിലേക്ക് തുടർന്ന് താഴോട്ട് പോകുന്നതാണ് നല്ലത്. താഴെ നിന്ന് വരികയാണ് വിശുദ്ധി, ലലനം, ബിന്ദു, സഹസ്രാരം, ആജ്ഞ എന്നീ രീതിയിൽ ചെയ്യണം. കേജരി മുദ്ര അഭ്യസിച്ചിട്ടുള്ളതിന് രോഗമോ മരണമോ വിശപ്പോ ദാഹമോ ഉറക്കമോ ഉണ്ടാകില്ല, ബോധക്കേടില്ല, രോഗമില്ല. അതറിഞ്ഞവന് പ്രതിബന്ധങ്ങൾ ഉണ്ടാകില്ല, കർമ്മബന്ധങ്ങളില്ല. അതിന്റെ സാധനയിൽ ചിത്രവും ജിഹ്വയും ആകാശത്തിൽ സഞ്ചരിക്കുന്നു. ശരീരം കനം കുറഞ്ഞായി അനുഭവപ്പെടുന്നു. എല്ലാ സിദ്ധന്മാരും ഗേജരി മുദ്രയെ നമസ്കരിക്കുന്നു. ഗേജരി മുദ്രയുടെ ഉയർന്ന രീതി ഒരു ഗുരുവിൽ നിന്ന് മാത്രം അറിഞ്ഞ് വളരെ വർഷങ്ങളോളം പരിശീലിക്കേണ്ടതാകും. ഗേജരി മുദ്രയിലെ ഉയർന്ന പരിശീലനത്തിൽ നാവിനും മൂക്കിൽ നിന്നുള്ള ദ്വാരം വായിൽ വരുന്നതിലൂടെ മുകളിലേക്ക് പോയി ലലനാ ചക്രത്തിൽ നിന്നുള്ള അമൃതം കുടിക്കാനാകും. ഇതോടെ ഈ സാധകന് രോഗമോ മരണമോ ഉറക്കമോ ഉണ്ടാവുകയില്ല. ബിന്ദു വിസർഗത്തിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ഈ അമൃത് ലലനാ ചക്രത്തിൽ സംഭരിച്ചതിനാണ് സാധകൻ തന്റെ നാവ് കൊണ്ട് ക്രിയ മൂലം ഊർജമാക്കി മാറ്റുന്നത്. ഈ ഊർജം കൊണ്ട് തന്നെ ഒരു സാധകൻ എത്രയെങ്കിലും വർഷം ധ്യാനനിരതനാകാനാകും. ഭക്ഷണം, ദാഹജലം എന്നിവ കഴിക്കുന്നതിനും അതുമൂലമുള്ള രോഗങ്ങൾക്കും അതീതനായി തീരാൻ കഴിയും. വളരെ ആഴത്തിലുള്ള ധ്യാനം, സമാധി എന്നിവയെ തടസ്സപ്പെടുന്നതാണ് വിശപ്പും ദാഹവും. ഗേജരി മുദ്ര കൊണ്ട് അമൃത് രുചിക്കുന്നതിന് വിശപ്പുമില്ല, ദാഹവുമില്ല, ഉറക്കവുമില്ല. സർവ്വവിധ അറിവുകളും പെടുന്നതിനെ അയാളിൽ സംഭവിക്കുന്നു. നിരന്തരമായ അനേകം വർഷങ്ങൾ സാധനം കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഗേജരി സാധകൻ സർവ്വവിധ കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാകുന്നു. അദ്ദേഹം കാലാതീതമായും ദേശാതീതമായും ജന്മാതീതമായും തീരും. കാലത്തെ അതിജീവിക്കാൻ ആരോഗ്യവും ആയുസ്സും ഉണ്ടാകും. സംസാരാനുഭവങ്ങളെ അതിജീവിക്കുന്നതിൽ പ്രാരാബ്ധങ്ങളില്ല. ഇങ്ങനെയുള്ള മനുഷ്യന് കാലാതീതമായി ജീവിക്കാനും അതീന്ദ്രിയ അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യരാശിക്ക് ഗുണകരമായ അനേകം കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. വായടച്ച് നാവ് മേലെണ്ണാക്കി തൊട്ട് ആവുന്നത്ര ഉള്ളിലേക്ക് കൊണ്ടുപോയി നാസികയിലേക്ക് തുറക്കുന്ന ഭാഗത്തെ നാവിൻ തുമ്പ് കൊണ്ട് അടച്ചു വെക്കണം. ഇതോടൊപ്പം ഉജ്ജയി പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഉയർന്ന പരിശീലനത്തിൽ നാവ് നീട്ടുന്നതിന് കുറയുണ്ട്. കൺപുരുവത്തിൽ വരെ നാവ് എത്തിക്കാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഗേജരി അനുഭവം ഉണ്ടാകുന്നതെന്ന് പ്രസിദ്ധ യോഗ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഗേജരി മുദ്രയുടെ തുടക്കത്തിലുള്ള പരിശീലനം നഭോമുദ്ര എന്നറിയപ്പെടുന്നു. ഇത് തന്നെ സർവ്വരോഗങ്ങൾക്കും പരിഹാരമാണ്. ശരീരത്തിന് മുഴുവൻ സൂക്ഷ്മമായ ഫലം ചെയ്യുന്ന മുദ്രയാണിത്. വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്നു. പ്രാണിക ഊർജത്തെ സംരക്ഷിക്കുന്നു. കുണ്ടലിനെ സജീവമായി നിർത്താനും സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ ചേർത്ത് ഇണക്കാനും സഹായിക്കുന്നു. ഇത് മുദ്രകളിൽ രാജാവാണ്. സമാധിയിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. ഇത് യോഗികളുടെ എല്ലാ രോഗങ്ങൾക്കും നാശം ചെയ്യുന്ന മുക്തിപ്രദായനിയാണ്. ഇങ്ങനെയാണ് ഗേജരി മുദ്രയെ പറ്റി ഉള്ള വിശദീകരണം. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ, നല്ല ഗുരുവിന്റെ നേതൃത്വം ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കാൻ, ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന സംഭവമാണ് ഗേജരി മുദ്ര. നമസ്തേ.